എൻ്റെ ബ്രൈഡ്സ്മെയ്ഡ്സിന് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഹാമ്പർ ബോക്സിന്റെ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടും വ്യൂസ് ഒക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ ഒരു കമന്റ് വന്നതാണ്, ഈ ബ്രൈഡ്സ്മെയ്ഡ്സിന്റെ പ്രപ്പോസൽ കാർഡ് ഞാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെന്ന്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ക്യാൻവയിലാണ് ഈ കാർഡ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്യാൻവ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ലോഗിൻ ചെയ്തു. പിന്നെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ടെംപ്ലേറ്റും ഡിസൈൻസ് ഒക്കെ സെർച്ച് ചെയ്യാനുള്ള ഒരു സെർച്ച് ബാർ പോലെ അവിടെ വരും. അവിടെ ഞാൻ ബ്രൈഡ്സ്മെയ്ഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോഴേക്കും താഴെ തന്നെ ബ്രൈഡ്സ്മെയ്ഡ് പ്രപ്പോസൽ ഇൻവിറ്റേഷൻ ഒരു പോർട്രേറ്റ് റേഷ്യോയിൽ ഒരു ഡിസൈൻ വന്നു. അങ്ങനെ അത് സെലക്ട് ചെയ്തപ്പോഴേക്കും സൈഡിലായിട്ട് തന്നെ കുറെ ടെംപ്ലേറ്റ് ഓപ്ഷൻസും ഡിസൈൻസ് ഒക്കെ ഓപ്പൺ ആയിട്ട് വന്നിട്ടോ. അതിന്ന് ഈ ഒരു ടെംപ്ലേറ്റ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഈ ഒരു ടെംപ്ലേറ്റിൽ 2 പേജ് ഉണ്ട്. ഇപ്പൊ ആദ്യത്തെ പേജിൽ ഫോട്ടോ ഫ്രെയിം ഓൾറെഡി ഉണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചെറുതായിട്ട് അത് മാറ്റി വൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി എന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോസ് ക്യാൻവയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ഫോട്ടോസ് ഓരോന്നായിട്ട് ഡ്രാഗ് ചെയ്ത് ആ ഡിസൈനിന്റെ ഉള്ളിലേക്ക്, അതായത് ആ ടെംപ്ലേറ്റിന്റെ ഉള്ളിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്തു. സെക്കൻഡ് പേജിൽ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ഞാൻ ടൈപ്പ് ചെയ്തു. പിന്നെ ഞാൻ വെഡിങ് ഡേറ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനായിട്ട് ഒരു പേജും കൂടി ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് പിൻട്രസ്റ്റിൽ ഞാൻ ബ്രൈഡ്സ്മെയ്ഡ്സിന്റെ ഡ്രസ്സിന്റെ കളർ ആയിട്ടുള്ള പേസ്റ്റൽ ഗ്രീൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോഴേക്കും ഇങ്ങനെ ഒരു ഇമേജ് കിട്ടി. ആ ഇമേജ് ഞാൻ നേരത്തെ ആഡ് ചെയ്ത പേജിലേക്ക് ഡ്രാഗ് ചെയ്തു. എന്നിട്ട് അതിന്റെ ഒപ്പാസിറ്റി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടു. കാലണ്ടറും ഞാൻ പിൻട്രസ്റ്റിൽ തന്നെയാണ് എടുത്തത്. ജാൻ 2026 എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തപ്പോഴേക്കും ജാനുവരിയിലെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു. അതിന്ന് എനിക്ക് ഇഷ്ടമായ ഒരു കലണ്ടർ ഞാൻ സേവ് ചെയ്തിട്ട് അതും ഞാൻ ഈ പേജിലേക്ക് ആഡ് ചെയ്തു. ആ നേരത്തെ ആഡ് ചെയ്ത പേജിന്റെ മേളിലായിട്ട് ആഡ് ചെയ്തിട്ട് അതിന്റെ ഒപ്പാസിറ്റി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടു. പിന്നെ ഞങ്ങളുടെ വെഡിങ് ഡേറ്റ് ആയിട്ടുള്ള ജാനുവരി 18 ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എലമെന്റ്സ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ലവ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോഴേക്കും ഇങ്ങനെ കുറെ ഐക്കൺസ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് കിട്ടി. അപ്പൊ അതിനകത്തുനിന്ന് എനിക്ക് ഇഷ്ടമായ ഒരു ഗ്രാഫിക് എടുത്തിട്ട് ഞാൻ ആ ഒരു ഡേറ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ ഡ്രാഗ് ചെയ്ത് വെച്ചു. ആ പരിപാടി ഇത്ര ഉള്ളൂ. പിന്നെ ഞാൻ വേഗം പോയി പ്രിന്റ് എടുത്തു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഗൈസ്, ഓക്കെ ബൈ.